ആ സാർ എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ നമ്മളെ മുഖത്ത് നോക്കുമ്പോ നമ്മൾ തിരിച്ചൊരാൾ നോക്കണ്ടേ മാമ? പിന്നെ നോക്കാതെ ഞാനും തിരിച്ചു നോക്കി. ഞാനൊന്നു നോക്കി, സാർ എന്നെയും നോക്കി, നോട്ടത്തിനൊപ്പം സാറിൻ്റെ അടിയും തുടങ്ങി. പാവം എൻ്റെ പിള്ളേ കണ്ണാടിയില്ലാതെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണേ ഇല്ല. മക്കളെ മക്കളെ പ്രാർത്ഥിയായി മാമേ മാമേ മാമാ എടാ നിന്റെ കണ്ണാടി എവിടെ പോയടാ? നിന്നെ കണ്ണാടി ഇല്ലാതെ കണ്ടപ്പോ എന്തൊരു വല്ല ഇരിക്കുന്നേ? എന്റെ കണ്ണാടിയോടെ അമ്മ. അയ്യോ കണ്ണാടിയോടെ പോയി മാമ. നിനക്ക് എന്തൊരു പറ്റിയടാ മക്കളെ? മാമ ഇരിക്കും മാമ. അയ്യോ 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 അയ്യോ. എടേ എന്തിനാണ് കാര്യം നടന്നത്? ഒന്നും പറയണ്ട അമ്മ. എടാ ഒന്നും പറയാതിരുന്ന മാമന് കാര്യം അറിയണ്ടേ? എന്തിനാണെന്ന് വെച്ചാ നീ പറ. നമ്മളെ മുക്കിലെ മധുവണ്ണ ഇല്ലേ? മധു? ഓ ഓ മധുവണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞിടാ ഇത്തുപുര പണിയുണ്ട്, രാവിലെ 9 മണിയാകുമ്പം കോർപ്പറേഷൻ ഓഫീസിന്റെ തടയിൽ വരാൻ പറഞ്ഞ്. കോർപ്പറേഷൻ ഓഫീസിനകത്താ പണി? ഓഫീസിനകത്തല്ല, എന്നാ അവിടെ വരാൻ പറഞ്ഞ്. ഞാൻ 9 മണിക്ക് അവിടെ നിൽക്കായിരുന്നു. നോക്കിയപ്പോ ഒരു അവിടെ ASI സാറ് നിൽക്കായിരുന്നു. ആ സാർ എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ നമ്മളെ മുഖത്ത് നോക്കുമ്പോ നമ്മൾ തിരിച്ചൊരാൾ നോക്കണ്ടേ മാമ? പിന്നെ നോക്കാതെ ഞാനും തിരിച്ചു നോക്കി. എന്താടാ നോക്കണെന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞങ്ങ് നിന്ന്. അപ്പൊ സാറ് പറഞ്ഞു പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജോലിക്ക് ഇവിടെ പണിക്ക് വന്നതാണെന്ന് പറഞ്ഞു. നിനക്ക് പണി തരാടാന്ന് പറഞ്ഞതേ ഉള്ളൂ മാമ. പിന്നെ തുടങ്ങി മാമ അടി. ചൂരലുകൊണ്ട് അടിയോടടി. ഇത് ഉടനെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുപ്പുമാമ. എടേ എനിക്ക് തോന്നുന്നത് ഈ തരിയുടെ പോലെ എന്തെല്ലോ പ്രാങ്ക് പരിപാടിയാണെന്ന് തോന്നുന്നത്. മാമ അതൊന്നും അല്ല. പിന്നെന്തല്ലേ? എന്നിട്ട് നേരെ ഈ സാറിനെ ഒരു ആട്ടയിൽ കയറ്റി കൊണ്ടുപോയി. എവിടെടാ? നേരെ സാറിന്റെ ഒരു വലിയൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് നേരെ അവിടെ ഉണ്ണാനൊക്കെ ഇരിക്കൂല വലിയ മേശ, അതിൽ കൊണ്ടിരുത്തി. നോക്കിയപ്പോൾ അവർ ചേച്ചി വന്ന് കുറെ ഇഡ്ഡലി സാമ്പാറൊക്കെ തന്നു മാമ. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രാങ്ക് തന്നെ മാമ. അല്ല പിന്നെ എന്നാലും നിനക്ക് ചോദിച്ചൂടെ എന്തെല്ലാം അടിച്ചതെന്ന് ചോദിച്ചൂടെ? ഞാൻ സാറിന്റെ ചോദിച്ചു സാർ എന്തിന് സാർ എന്നെ അടിച്ചെന്ന് വെച്ചു. ഒരക്ഷരം ഉണ്ടല്ലോ മാമ. അത് യാതൊരക്ഷരം മിണ്ടാത്തത്. നിങ്ങൾ ഈ അവസ്ഥയിൽ എന്നിട്ട് കളിയാക്കലാമ. എനിക്ക് വയ്യാതിരിക്കും, എനിക്ക് ധ്യാൻ പോലും എടുക്കാൻ വയ്യാതിരിക്കണോ മാമ. അപ്പൊ പിന്നെ ആരടിച്ചത്? അപ്പൊ ഞാൻ സാറ് ചോദിച്ചു. പിന്നെ ചോദിച്ചു സാർ എന്തിനാണ് സാറ് എന്നെ ഇങ്ങനെ ഇട്ട് അടിച്ചത്? എന്തല്ലേ അങ്ങനെ വായു മൂടി പെയ്യ? അവള് പറഞ്ഞിട്ടാണ് അടിച്ചതെന്ന്. ആരെയാ അവള്? മാമ അത് സാറിന്റെ വീടായിരുന്നു. സാറിന്റെ ഭാര്യയാണ് എനിക്ക് ഇഡ്ഡലി സാമ്പാറൊക്കെ വിളമ്പി തന്നത്. അവള് പറഞ്ഞിട്ടാ നിന്നെ അടിച്ചത്? ഓ അയ്യോ. ഈ സമയത്ത് സാറിന്റെ ഭാര്യ പിന്നെ ഇഡ്ഡലി സാമ്പാറും കൊണ്ടുവരണം. അപ്പൊ എനിക്ക് സാറിന്റെ ഭാര്യ അടുത്ത് ചോദിക്കാക്കോ എനിക്ക് ദേഷ്യത്തില്. ഓ ഇഡ്ഡലി കണ്ടപ്പോ നീ ചോദിച്ചില്ല? അപ്പൊ ഞാൻ സാറിന്റെ ഭാര്യ അടുത്ത് പിന്നെ ചോദിച്ചു ചേച്ചി ഈ പാവമായ എന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ അടിക്കാൻ സാറിനെ ഏർപ്പെടുത്തിയത്? ഞാൻ ചോദിച്ചു മാമ. അപ്പൊ എന്തിനെന്ന് പറഞ്ഞോളെ? എന്താ കാര്യം പറ. ഈ സാറിന് റിട്ടയർഡ് ആവുമ്പോ ഇനി 1 മാസേ ഉള്ളെന്ന്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യിപ്പിച്ചതെന്ന്. അതിന് നിന്നെ അടിക്കുന്നത് എന്തിനാടാ? മാമ അത് തന്നെ എനിക്കും അറിഞ്ഞൂടാത്ത. എന്തിനു മാമ എന്നെ അടിക്കണത്? ഇത്ര നീ അറിഞ്ഞാ മതി എന്നാണ് സാറിന്റെ ഭാര്യ പറഞ്ഞ. ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നിനക്കും അറിഞ്ഞൂടാ അടിച്ച എന്തായിരുന്നെന്ന് അവര് നിന്റെ അടുത്ത് പറഞ്ഞൂല്ല. മാമനെല്ലാം മനസ്സിലായടാ, എല്ലാം മനസ്സിലായി. എന്തിനാമ എന്നെ അടിച്ചേ? നീ ഏത് ഉടുപ്പിട്ടിരുന്നത്? ഞാൻ ഏത് ഉടുപ്പടാ? എന്ന് വിടണ കറുത്ത ഉടുപ്പ്. കറുപ്പല്ലേ? അതേപോലെ അടിച്ചപ്പം ഫോട്ടോയും എടുത്ത്. ഫോട്ടോ എടുത്തു മാമ. ഏത് പോലീസുകാരന്റെ ഭാര്യക്കടാ ഒരാഗ്രഹം തോന്നാത്തത്? എന്നെ അടിക്കാനാ? അതല്ല, പിന്നെ അയാൾക്ക് ഇനി 1 മാസം കൂടെ അല്ലേ ഉള്ളൂ. 1 മാസം കൂടെ സർവീസ് ഉള്ളെന്ന് പറഞ്ഞു. നിന്നെ അടിക്കുന്ന ഫോട്ടോ മുഖ്യമന്ത്രിയെ കാണിക്കും.
ഓ ഞാൻ പാർട്ടിക്കാരനായിട്ടോ അമ്മ. നോട്ടി പിന്നെ ഈ ഫോട്ടോ കാണിക്കുമ്പം ആ അയാൾക്ക് ഗുഡ് സർവീസ് എൻട്രി കിട്ടുവാടാ. അതിനു വേണ്ടിയാ? പിന്നല്ലാതെ എന്തിനു മാമ? നോട്ടി